സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാനസ വരുണിനെ അടിക്കുന്ന സമയത്ത് ഞാൻ വരുണാണ്, കൃഷ് അല്ല എന്ന് പറയുന്ന വരുണിനോട് നീ എന്തിനാ കൃഷിൻ്റെ പേര് വീഡിയോയിൽ പറഞ്ഞത് എന്ന് തിരിച്ച് മാനസ ചോദിക്കുന്നതും, അതും മാനസ എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി സോറി എന്നൊക്കെ പറയുന്നുണ്ട് വരുൺ. പിന്നീട് അവർ കോംപ്രമൈസായി വീണ്ടും ഓരോരോ പദ്ധതികൾ ആസൂത്രണം ചെയ്യാണ്. എന്തായാലും ശത്രുക്കളുടെ ആഗ്രഹപ്രകാരം കൺമണി ഓരോ നിമിഷവും താഴ്ന്നു പോകുക തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അത് ഇനി നന്മയായിട്ടാണോ വരുന്നത് എന്നറിയില്ല. അവൾ ജയിലിലേക്ക് അങ്ങനെ അയക്കപ്പെടുകയാണ് ചെയ്യുന്നത്. കൃഷ്ണന് കുറച്ചുനാൾ ജയിലിൽ കിടക്കേണ്ടി വന്നല്ലോ, അതുപോലെ അവളും കിടക്കുകയാണ്. അതിൽ പക്ഷേ അധികം സങ്കടമൊന്നും കൺമണിക്കില്ല. അതെന്താണെന്ന് വെച്ചാൽ തന്നെ മനസ്സിലാക്കാനും തൻ്റെ കൂടെ നിൽക്കാനും തൻ്റെ കൃഷി സാറ് തൻ്റെ കൂടെ നിൽക്കും, പിന്നെ തൻ്റെ നിരപരാധിത്വം എന്നെങ്കിലും തെളിയിക്കപ്പെടും എന്നുള്ള ഒരു ഉറപ്പും കൺമണിക്കുണ്ട്. അങ്ങനെ വരുൺ മാനസയെ സമാധാനിപ്പിക്കാൻ വേണ്ടിയും സോപ്പിട്ട് നിർത്താനും വേണ്ടിയിട്ടും ഞാനൊരു ഗുഡ് ന്യൂസ് പറയാൻ വേണ്ടിയിട്ടാണ് വന്നതെന്നും കൺമണിയെ റിമാൻഡ് ചെയ്ത് ജയിലിലേക്ക് അയക്കുമെന്നും അവിടെ കൺമണിയെ കാത്തിരിക്കുന്നത് സുമിത്രയാണെന്നും മറ്റും പറയുമ്പോൾ മാനസ സന്തോഷത്തോടെ തുള്ളിച്ചാടാണ്. കാരണം ജയിലിൽ സുമിത്രയ്ക്കടുത്ത കൺമണി ഉണ്ടായാൽ അവൾ മിക്കവാറും പിന്നെ ജീവനോടെ പുറത്തെത്തില്ലെന്ന കാര്യം മാനസയ്ക്കറിയാം. അത് തന്നെയാണ് കേട്ടോ വരുണും അനിരുദ്ധനും ഉദ്ദേശിക്കുന്നത്. കൃപ പോലീസ് സ്റ്റേഷനിൽ വെച്ച് കൃഷ്ണനോട് എല്ലാത്തിനും കാരണം ഞാനാണെന്ന് പറയുന്നുണ്ട് കേട്ടോ സങ്കടത്തോടെ. പിന്നീട് ഭാഗ്യശ്രീ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. കൺമണി എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവളെ അനിരുദ്ധൻ കൊണ്ടുപോയി എന്നും മിക്കവാറും ജയിലിലേക്ക് അയക്കുമെന്നൊക്കെ കൃഷ് പറയുന്നുണ്ട്. കൃഷ്ണന് ഭാഗ്യശ്രീയുടെ ദേഷ്യമുണ്ടെങ്കിലും കൺമണിക്ക് വേണ്ടി വന്നതായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ അവളോട് പെരുമാറുന്നുണ്ട്. ജയിലിലേക്ക് അയക്കുമെന്ന് കേട്ടപ്പോൾ ഭാഗ്യശ്രീ ഞെട്ടുന്നുണ്ട്. അത് അപകടമാണെന്നും ജയിലിൽ എൻ്റെ അമ്മ ഉണ്ടെന്നും അമ്മ അവളെ അപകടപ്പെടുത്തുമെന്നും അവളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്നെല്ലാം പറയുമ്പോൾ കൃഷ്ണനും കൃപയ്ക്കും പേടിയാവുന്നുണ്ട്. കൃഷ്ണന് പക്ഷേ ഇതൊക്കെ മാനസയുടെ കളിയാണെന്ന് മനസ്സിലായിട്ടോ അയാൾ കോപത്തോടെ ഇത് മാനസയുടെ കളിയാണെന്നും ഞാനിത് അവളോട് ചോദിക്കുമെന്നും പറയുന്നുണ്ട്. അങ്ങനെ കൺമണി ജയിലിലെത്തുമ്പോൾ സുമിത്രയുടെ ഫ്രണ്ടായ ജയിലിലെ ഒരു ഓഫീസർ ഇത് അവരോട് വിളിച്ച് പറയുന്നുണ്ട്, മാഡത്തിന് സഹായത്തിന് ഞാനൊരാളെ അങ്ങോട്ട് അയക്കുന്നുണ്ട് കൺമണി എന്ന് പറയുമ്പോൾ, എന്നാൽ നിങ്ങൾ മനസ്സിലുറപ്പിച്ചോ കൺമണി അവളുടെ ശല്യം ഞാൻ അവസാനിപ്പിക്കും. ഈ സുമിത്രയാണ് പറയുന്നത്, അവളെ ജയിലിൽ തീരും, അതിനുള്ള നീക്കം ഞാൻ നടത്താൻ പോകുകയാണെന്നും പറയുന്നുണ്ട്. എന്തായാലും കൺമണിക്ക് ജയിലിൽ സുമിത്ര കിടക്കുമെന്ന് അറിയുമെന്നും അറിയില്ല. സുമിത്രയെ കാണുമ്പോൾ കൺമണിയുടെ പ്രതികരണം എന്താണെന്നും അറിയില്ല. ജയിലിൽ സുമിത്രയുടെ കിങ്കരന്മാരെ വെച്ചായിരിക്കും അവളെ അപകടപ്പെടുത്താനായിട്ട് നോക്കുന്നത്. അതെങ്ങനെ കൺമണി തരണം ചെയ്യുമെന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നെക്സ്റ്റ് വീക്കിലെ എപ്പിസോഡിലൂടെ നമുക്ക് ആ കാര്യങ്ങളെല്ലാം കാത്തിരുന്ന് കാണാം. അങ്ങനെ സൂപ്പർ കൺമണി സീരിയലിൻ്റെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡാണ് ഇനി വരാനായിട്ട് പോകുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്